മലയാളികൾ സ്ഥിരം സന്ദർശകരാണെന്ന് അറിയിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. ഇവിടെ മലയാളത്തിൽ കുട്ടനാട്, ഹരിപ്പാട് വന്ന സ്ഥലങ്ങളൊക്കെ എഴുതി വെച്ചിരുന്നത് കാണാം കേട്ടോ. നമസ്കാരം, എല്ലാവർക്കും പഴനിയിലെ രണ്ടാമത്തെ വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ നമ്മുടെ പഴനി മലയുടെ അടിവാരക്കാഴ്ചകളൊക്കെ ആയിരുന്നു. ഇന്ന് നമ്മൾ പോകുന്നത് പഴനിയിലെ ഇടുമ്പൻ ടെമ്പിൾ കാണാനാണ് കേട്ടോ. അപ്പോൾ ഈ ഒരു വഴിയാണ് നമുക്ക് ഇടുമ്പൻ ടെമ്പിളിൻ്റെ ഭാഗത്തേക്ക് പോകേണ്ടത്. ഈ ഒരു വഴിയും കാണാം കേട്ടോ. ഒരുപാട് കച്ചവടങ്ങളൊക്കെ, ഒരു ചേട്ടൻ്റെ ഐസ്ക്രീമൊക്കെ തള്ളിക്കൊണ്ട് വരുന്നത്. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മുടെ ഇടുമ്പൻ ടെമ്പിളിലേക്ക് കയറുന്ന കാഴ്ചകളൊക്കെ ആയിരിക്കും. അപ്പോൾ വീഡിയോ എല്ലാവരും സ്കിപ്പ് ചെയ്യേണ്ടത് കാണാം. ആദ്യമായിട്ടാണ് ചാനൽ കാണുന്നവരെന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് ബെല്ലൈക്കൺ കൂടി എനേബിൾ ചെയ്തിട്ട് കേട്ടോ. അപ്പോൾ നമുക്ക് ഈ ഒരു വഴി ഒരു കിലോമീറ്റർ നടക്കാൻ കേട്ടോ നമ്മുടെ ഈ ഇടുമ്പൻ ടെമ്പിളിൻ്റെ ഭാഗത്തോട്ട്, അതായത് ഇടുമ്പൻ ടെമ്പിളിൻ്റെ അടിവാരം വരെ. അടിവാരം എന്ന് പറഞ്ഞാൽ നമ്മുടെ പഴനി മലയുടെ അത്ര വരില്ല കേട്ടോ, അത്ര തിരക്കുള്ള സ്ഥലമൊന്നുമല്ല. എന്തായാലും നമുക്ക് പോയി നോക്കാം. ഞാൻ അതിന് മുമ്പ് കയറിയിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു വഴി ഇങ്ങനെ പോകുമ്പോൾ തന്നെ നമുക്ക് ഒരുപാട് കച്ചവടങ്ങൾ കാണാം കേട്ടോ നമുക്ക്. അതുപോലെ ഇവിടെയും കാണാം ഒരുപാട് ലോഡ്ജുകൾ, ദിലീപൻ കോട്ടേജ്, ഒരുപാട് ലോഡ്ജുകളും കാര്യങ്ങളൊക്കെ കാണാം കേട്ടോ. ഈ ഒരു വഴി ഒരുപാടുണ്ട്. ഇവിടെയും കാണാം, ഈ ഒരു സൈഡിലും കാണാം കേട്ടോ. അതുപോലെ ഇങ്ങോട്ട് പാർക്കിങ്ങുകളൊക്കെ കാണാം നമുക്ക്. അപ്പം ഇന്നത്തെ കാലാവസ്ഥ ഉണ്ടല്ലോ മൊത്തം ഇങ്ങനെ ക്ലൗഡി ആയിട്ട് കിടക്കാം കേട്ടോ. അതുകൊണ്ട് ഫുട്ടേജ് ഒന്നും വലിയ ക്ലാരിറ്റി കാണില്ല, മൊത്തം ക്ലൗഡി ആയിട്ട് കിടക്കാം കേട്ടോ. അതുകൊണ്ട് വലിയ വെയിലും ചൂടൊന്നുമില്ല, നമുക്ക് മലയൊക്കെ നല്ല അടിപൊളിയായിട്ട് കയറാൻ പറ്റും. നമുക്ക് ഇടുമ്പൻ മലയുടെ മേളിലോട്ട് കയറാൻ പറ്റും, ക്യാമറയും കൊണ്ട് കയറാം കേട്ടോ. അതിന് പ്രത്യേകിച്ച് റെസ്ട്രിക്ഷൻസ് ഒന്നുമില്ല. എന്തായാലും നമുക്ക് പോയി നോക്കാം കേട്ടോ. നമ്മൾ ഏകദേശം അവിടെ ഒരു ജംഗ്ഷൻ ഉണ്ട്, അത് കാണാം കേട്ടോ. നമുക്ക് അവിടെ നിന്ന് നോക്കി കഴിഞ്ഞാൽ കാണാൻ പറ്റും. അവിടെ നമുക്ക് റൈറ്റ് എടുത്തിട്ട് വേണമെങ്കിൽ മലയിലോട്ട് കയറാൻ. നമ്മളങ്ങനെ ഒരു ജംഗ്ഷനിൽ എത്തിയിട്ടു. ഒരു കിലോമീറ്ററിനടുത്ത് ഇങ്ങോട്ട് നടന്നിട്ടോ. ഇനി നമുക്ക് ഈ ഒരു ജംഗ്ഷനിൽ നിന്ന് റൈറ്റ് എടുത്ത് പോയിട്ട് വേണം പോകാൻ. നമുക്ക് ഇവിടെ എത്തിക്കഴിഞ്ഞാൽ കാണാൻ പറ്റും, നമ്മുടെ ഇടുമ്പൻ കോവിൽ കാണാൻ പറ്റും കേട്ടോ. ഇടുമ്പൻ മല നമുക്ക് ഇവിടെ നിന്ന് നോക്കിക്കഴിഞ്ഞാൽ തന്നെ ചെറിയ രീതിയിൽ കാണാൻ പറ്റും. ആ കാണുന്ന കേട്ടോ നമ്മുടെ ഇടുമ്പൻ മല. സ്റ്റെപ്പൊക്കെ ഇവിടെ നിന്ന് കയറി പോകുന്ന കുറേ ആൾക്കാരെ കാണാം നമുക്ക്. ഇവിടെ നിന്ന് റൈറ്റ് എടുത്തിട്ടാണ് നമുക്ക് ആ ഒരു ഭാഗത്തോട്ട് പോകേണ്ടത് കേട്ടോ. നമ്മളിതാ ഓൾമോസ്റ്റ് ഇവിടെ എത്തിയിട്ട് ഇടുമ്പൻ ടെമ്പിളിൻ്റെ, അതായത് ഇടുമ്പൻ മലയുടെ താഴെ എത്തിയിട്ട് നമുക്കിതാ കയറി പോകേണ്ട മലയൊക്കെ അതാണ്. ഞാനൊരു വെള്ളം പറഞ്ഞിട്ട് ഇവിടെ നിൽക്കുന്നത്, ചേച്ചി ഇതാ വെള്ളമൊക്കെ എടുക്കുന്നുണ്ട്. അതുപോലെ ഈ ഒരു ഭാഗത്ത് നമുക്ക് ചെറിയൊരു കോര് കാണാം കേട്ടോ. മൊത്തത്തിൽ ഈ ഒരു സ്ഥലം നോക്കി അടിപൊളി കേട്ടോ. നല്ല തണലും അതിന് താഴെയായിട്ട് ഒരു കോവിലൊക്കെ അടിപൊളിയാണ്. രാത്രിയൊക്കെ ആകുമ്പോഴേക്കും ഇവിടെയൊക്കെ നല്ല രസമായിരിക്കും കേട്ടോ കാണാൻ, വേണ്ടില്ലേ. അപ്പോൾ നമുക്കിതാ പോകേണ്ട വഴിയൊക്കെ ആ ഒരു ഭാഗത്തൂടെ കേട്ടോ നമുക്കവിടെ കാണാൻ പറ്റും. നമ്മുടെ ഇടുമ്പൻ ടെമ്പിളിൻ്റെ ഒരു ഭാഗം അവിടെ കാണാൻ പറ്റും. അതുപോലെ നമുക്ക് ഈ ഒരു ഭാഗത്ത് നോക്കി കഴിഞ്ഞാൽ നമ്മുടെ പഴനിമലയുടെ ബാക്ക് സൈഡാട്ടോ ഈ കാണുന്നത്. ഈ കാണുന്ന നമ്മുടെ പഴനിമലയുടെ ബാക്ക് സൈഡ്. നമ്മൾ നേരത്തെ നോക്കി അപ്പുറത്തെ ഭാഗത്ത് വരുന്നത് ഇവിടുന്ന് കാണാൻ പറ്റും. ഞാൻ അവിടെ നിന്നൊരു വെള്ളം കുടിച്ചിട്ടോ. നമുക്ക് ചൂടില്ലെങ്കിലും അത്യാവശ്യം നല്ല പുഴുങ്ങിയ അവസ്ഥ കേട്ടോ, വല്ലാത്തൊരവസ്ഥയാണ്. വെയിലില്ലെങ്കിലും നല്ല പുഴുങ്ങിയ അവസ്ഥ കേട്ടോ. നമുക്കിതാ കയറേണ്ട വഴിയൊക്കെ ഈ ഒരു ഭാഗത്തൂടെയാണ് നമുക്ക് കയറേണ്ടത്. ഇവിടെ കുറച്ച് ആൾക്കാരൊക്കെ റെസ്റ്റ് ചെയ്യുന്നത് കാണാം കേട്ടോ. നമുക്ക് ചെരുപ്പൊക്കെ ഇവിടെ അഴിച്ചിട്ടിട്ട് വേണം കയറാൻ. അതുപോലെ കഴിഞ്ഞ പ്രാവശ്യം ഞാൻ വന്നപ്പോൾ നമ്മുടെ ഷൂ ഒക്കെ ഇവിടെയാണ് കേട്ടോ വെച്ചത്. നമ്മളെന്തായാലും ചെരുപ്പിട്ടതുകൊണ്ട് ഇവിടെ കേട്ടോ വെക്കുന്നത്. ചെരുപ്പ് ഇവിടെ ഊരിയിട്ടിട്ട് നമുക്ക് മുകളിലേക്ക് കയറാം. ഇതവിടെ ഒരുപാട് പേര് റെസ്റ്റ് എടുക്കുന്നത് കാണാം. കുറേ സ്വാമിമാരൊക്കെ ഇരിക്കുന്നുണ്ട്. ഈ ഒരു വഴി നമുക്ക് മുകളിലേക്ക് ഏകദേശം 570ഓളം സ്റ്റെപ്പ് എങ്ങാണ്ട് കയറാനാണ് കേട്ടത്. നമ്മൾ കയറുമ്പോൾ നോക്കാം കേട്ടോ ഇത്ര സ്റ്റെപ്പ് മൊത്തം ഉണ്ടെന്ന്. നമ്മളിതാ ചെരുപ്പൊക്കെ ഇവിടെ ഊരിയിട്ടിട്ടുണ്ട് കേട്ടോ. ചെരുപ്പ് നമ്മൾ ആ ഒരു ഭാഗത്തൊക്കെ ഊരിയിട്ട് കഴിഞ്ഞാൽ പട്ടിയൊക്കെ എടുത്തുകൊണ്ട് പോകാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് ചെരുപ്പ് ഇവിടെ ഊരിയിട്ടിട്ടാണ് നമ്മൾ മുകളിലേക്ക് കയറുന്നത് കേട്ടോ. അപ്പോൾ നമുക്ക് എന്തായാലും കയറി തുടങ്ങാൻ മുകളിലേക്ക്. ഇത് അവിടെ ഒരു സാമ ഇരിക്കുന്നുണ്ട്. ഒരുപാട് പേര് ഇപ്പോഴും ഇറങ്ങി വരുന്നതും കയറി പോകുന്നതൊക്കെ കാണാം കേട്ടോ. നമുക്ക് മുകളിൽ നിന്ന് ഒരുപാട് പേര് കയറി പോകുന്നൊക്കെ ഉണ്ട്. നമ്മൾ ജസ്റ്റ് സ്റ്റെപ്പ് കയറി തുടങ്ങി കേട്ടോ. ഏകദേശം 570ഓളം സ്റ്റെപ്പ് ഉണ്ട് മുകളിലേക്ക് കയറാൻ. എൻ്റെ മുടിയൊക്കെ ഇരിക്കുന്നുണ്ടല്ലേ, മൊത്തം അലമ്പായി കാറ്റടിച്ചിട്ട്. എന്താ ഈ സ്റ്റെപ്പൊക്കെ നമുക്ക് കയറാനുള്ളത് കേട്ടോ. മൊത്തം ഇങ്ങനെ വളഞ്ഞ് കിടക്കുകയാണ്. അതുപോലെ ഇന്നത്തെ കാലാവസ്ഥ ഉണ്ടല്ലേ, വൈകിട്ടൊക്കെ ആകുമ്പോഴേക്കും മഴ പെയ്യാനുള്ള സാധ്യതയൊക്കെ ഉണ്ട്. ആ ഒരു ഭാഗത്തൊക്കെ ആയിട്ട് നമുക്ക് നമ്മുടെ കൊടൈക്കനാൽ മലനിരകളൊക്കെ ആ ഒരു സൈഡിൽ കാണാം കേട്ടോ. മൊത്തം ക്ലൗഡ് മൂടി കിടക്കുക കേട്ടോ. അതുപോലെ ഇങ്ങോട്ട് നമ്മുടെ പഴനിമല, അതിന് താഴ്വാരത്തായിട്ട് ഒരുപാട് റൂമുകളും ലോഡ്ജുകളും ഒരുപാട് ഹോട്ടൽസൊക്കെ കാണാം കേട്ടോ. നമുക്ക് ഈ ഒരു ഭാഗത്തും കാണാം. ഇതൊക്കെ നമുക്ക് കുറച്ചുകൂടെ മുകളിലെത്തി കഴിഞ്ഞാൽ അടിപൊളിയായിട്ട് കാണാൻ പറ്റുള്ളൂ. ഏകദേശം 570 സ്റ്റെപ്പ് കയറിയിട്ട് വേണം നമുക്ക് മുകളിലെത്താൻ കേട്ടോ. ഈ ലഗേജ് കൊണ്ടൊക്കെയാണ് കയറുന്നത്. നല്ല ടൈം എടുത്ത് പതുക്കെ നമ്മൾ കയറുന്നുള്ളൂ കേട്ടോ. നമുക്ക് വലിയ ധൃതിയൊന്നുമില്ല. നമുക്ക് കയറി തുടങ്ങാം കേട്ടോ. എന്തായാലും നമ്മൾ ജസ്റ്റ് തുടങ്ങിയുള്ളൂ കയറ്റം. ഈ ഒരു മല മൊത്തം പാറ കേട്ടോ. നമുക്കിവിടെ നോക്കിക്കഴിഞ്ഞാൽ കാണാൻ വേണ്ടില്ലേ, മുഴുവൻ പാറയാണ്. ഈ ഒരു സ്റ്റെപ്പ് മാത്രം ഇങ്ങനെ കെട്ടി ഉണ്ടാക്കിയേക്കുന്നത് കേട്ടോ. നമുക്ക് മുകളിൽ വരെ സ്റ്റെപ്പ് ഉണ്ട്. ഞാൻ ഇതിന് മുമ്പും ഈ മല കയറിയിട്ടുള്ളതാണ് കേട്ടോ. അതുകൊണ്ട് അറിയാം, മുകളിൽ വരെ സ്റ്റെപ്പ് ഉണ്ട് കേട്ടോ. ഏകദേശം 570 പടിയാണ് നമുക്ക് കയറേണ്ടത്. ഈ ഒരു ഭാഗത്തോട്ടും കാണാം കേട്ടോ. നമുക്ക് പാറ, അതുപോലെ ഒരു പൈപ്പ് കണക്ഷനൊക്കെ മുകളിൽ നിന്ന് താഴത്തോട്ടാണോ താഴെ നിന്ന് മുകളിലോട്ടാണോ അറിയില്ല കേട്ടോ. ഇങ്ങനെ പോകുന്നത് കാണാം.
നമുക്ക് ഇടയ്ക്ക് കയറി പോകുന്ന വഴിക്ക് ചെറിയ ചെറിയ ഷെൽട്ടറൊക്കെ ഉണ്ട് കേട്ടോ. മഴയും വെയിലൊക്കെ വന്നു കഴിഞ്ഞാൽ കയറിയിരിക്കാനുള്ളത് ഒരുപാട് പേര് അതിനകത്തൊക്കെ ഇരിക്കുന്നത് കാണാം. ഞാൻ കഴിഞ്ഞ പ്രാവശ്യം വന്നപ്പോൾ ഇവിടെ ആൾക്കാർ കുറവായിരുന്നു കേട്ടോ. ഞാൻ കയറിയത് ഈ ഒരു സമയത്ത് തന്നെയായിരുന്നു, പക്ഷേ ആൾക്കാർ കുറവായിരുന്നു കേട്ടോ. ഇപ്രാവശ്യം മലയാളികളടക്കം നല്ല തിരക്കാട്ടോ. ഒരുപാട് പേര് എപ്പോഴും ഇറങ്ങി വരുന്നത് കാണാം. അതുപോലെ നമുക്ക് ആ ഒരു ഭാഗത്തായിട്ട് പാർക്കിംഗ് ഒക്കെ കാണാം കേട്ടോ. കുറച്ചുകൂടെ മേളിലെത്തിക്കഴിഞ്ഞാൽ നമുക്ക് കാണാൻ പറ്റും ഈ ഒരു പഴനി മലയിലോട്ടും അതുപോലെ ഇടുമ്പൻറ്റമ്പിളിലോട്ടൊക്കെ വരുന്ന വലിയ ബസ്സുകൾക്ക് പാർക്ക് ചെയ്യാനുള്ളൊരു ഏരിയ ആ ഒരു ഭാഗത്തായിട്ട് കാണാം കേട്ടോ. അത് നമുക്ക് കുറച്ചുകൂടെ മേളിലെത്തിക്കഴിഞ്ഞാൽ കാണാൻ പറ്റും. നമ്മൾ ഏകദേശം ഒരു 100 പടി കയറി കേട്ടോ. പക്ഷെ 100 പടി കയറിയതായിട്ടൊന്നും അറിയുന്നില്ല. എന്താ ഈ ഒരു ഭാഗത്ത് നിന്നായിരുന്നു നമ്മൾ കയറി വന്നത്. ആ ഒരു താഴേന്ന് ഇങ്ങനെ ആൾക്കാരൊക്കെ കയറി വന്നു. അവിടെ നിന്ന് നമ്മൾ കയറി വന്നു കേട്ടോ. ഏകദേശം ഒരു 100 പടിയോളം കഴിഞ്ഞു. അതുപോലെ അവിടുന്ന് അങ്ങോട്ടുള്ളൊരു കാഴ്ചയൊക്കെ ഉണ്ടല്ലേ, നല്ല വൈറ്റ് കളറിൽ ഒരുപാട് ബിൽഡിങ്ങുകൾ കാണാം നമുക്ക്. അതുപോലെ ഇങ്ങോട്ട് ഒരുപാട് റോഡൊക്കെ കാണാം കേട്ടോ. നമുക്ക് മുകളിലെത്തിക്കഴിഞ്ഞാൽ കുറച്ചും കൂടി അടിപൊളി കാഴ്ചയായിരിക്കും. എന്തായാലും നമുക്ക് ബാക്കി പടിയും കൂടെ കയറാം കേട്ടോ. കുറേ ആൾക്കാരിവിടെ റെസ്റ്റ് എടുക്കുന്നതൊക്കെ കാണാം. ഏകദേശം 200 സ്റ്റെപ്പ് കഴിഞ്ഞു കേട്ടോ. നമ്മൾ 200 സ്റ്റെപ്പൊന്നും കയറുന്ന അറിയുന്നേ ഇല്ല കേട്ടോ. എന്തോ ഒരു പ്രത്യേക മൂഡിൽ അങ്ങനെ കയറി പോയിക്കൊണ്ടിരിക്കുകയാണ് നമ്മൾ. ഇനിയും കയറാനുള്ള സ്റ്റെപ്പുകളാട്ടോ നമുക്ക്. അതുപോലെ നമുക്കിതാ ഇവിടെ ആയിട്ട് മഴ പെയ്യുമ്പോഴും അതുപോലെ വെയിൽ കൂടുമ്പോഴൊക്കെ നമുക്കാണെങ്കിൽ അവിടെ ഇരുന്ന് റെസ്റ്റ് ചെയ്യാനുള്ള സ്ഥലമൊക്കെ ഉണ്ട്. അതുപോലെ നമ്മൾ നേരത്തെ പറഞ്ഞ ആ ഒരു ബസ്സിൻ്റെ ഒക്കെ പാർക്കിംഗ് ഇതാ ആ ഒരു ഭാഗത്തായിട്ട് കാണാം കേട്ടോ. നമുക്ക് അത്യാവശ്യം നല്ല വലിയ ഏരിയയുള്ള പാർക്കിങ്. അതുപോലെ ഇതാ നമ്മുടെ പഴനിമലയുടെ അടിപൊളിക്കും ഇവിടെ അങ്ങോട്ടുള്ളൊരു കാഴ്ച ഉണ്ടല്ലേ, നമ്മൾ നേരത്തെ കണ്ട ഒരു തടാകമൊക്കെ ആ ഒരു സൈഡിൽ കാണാം കേട്ടോ. നമുക്ക് തടാകം പുഴ എന്താണ് ആ ഒരു ഭാഗത്തായിട്ട് കാണാം. അതുപോലെ ഇങ്ങോട്ടും ഒരുപാട് ബിൽഡിങ്ങുകൾ കാണാം കേട്ടോ. നമുക്ക് അത്യാവശ്യം നല്ല തിരക്കാട്ടെ ഈ ഒരു ഭാഗമൊക്കെ. ഈ ഒരു വഴി ഇങ്ങനെ ഒരു റോഡൊക്കെ പോകുന്നതാണ് കേട്ടോ. നമ്മൾ വന്നതൊക്കെ ആ ഒരു സൈഡിൽ കൂടെ ഇങ്ങനെ തിരിഞ്ഞ് ഇവിടെ ആയിരുന്നു കേട്ടോ നമ്മൾ വന്നത്. എന്തായാലും അടിപൊളി കാഴ്ചയാണ്. അപ്പം ഇനി നമുക്ക് ബാക്കി ഭാഗം കൂടെ കയറാനുണ്ട് കേട്ടോ. അതുപോലെ നമുക്ക് ഈ ഒരു കൊടൈക്കനാൽ മലനിരകളൊക്കെ നമ്മുടെ ഈ ക്ലൗഡ് ഇല്ലാന്നുണ്ടെങ്കിൽ അത്യാവശ്യം നല്ല ക്ലിയർ ആയിട്ട് കാണാം കേട്ടോ. ഇവിടുന്ന് നല്ല ഭംഗിയാണ് ഈ ഒരു ഭാഗത്ത് നിന്ന് കാണാനൊക്കെ. പക്ഷേ ഇന്ന് ക്ലൗഡ് മൂടി കിടക്കാം കേട്ടോ മൊത്തം. ഇത് കണ്ടില്ലേ, ഇത് കയറാനുള്ള മലയാട്ടത്. ഒരുപാട് പേര് ഇറങ്ങി വരുന്നത് കാണാം. അതുപോലെ അവിടെ 2 പക്ഷിശാസ്ത്രം, അതായത് തത്തമ്മേനെ കൊണ്ട് ചീട്ടെടുപ്പിച്ചിട്ടുള്ള ശാസ്ത്രം പറയുന്ന ആ ഒരു പരിപാടിയൊക്കെ 2 പേര് ഇരിക്കുന്നതാണ് കേട്ടോ അവിടെ. എന്താ നമ്മുടെ നേരത്തെ കണ്ട ഒരു മല പഴനി മല കേട്ടോ. അവിടെ നിന്ന് കാണാം. നമുക്ക് ഈ ഒരു മല ഇനിയും കയറിപ്പോകാനുള്ളതാണ് കേട്ടോ. എന്തായാലും നമുക്ക് ടൈം കളയാതെ കയറാം കേട്ടോ. സമയം ഏകദേശം 12:30 കഴിഞ്ഞു. നല്ല വെയിലും ചൂടുമായിട്ടോ. എന്തായാലും മേളിലേക്ക് കയറാം നമുക്ക്. ഏകദേശം 500ഓളം പടി കയറി കേട്ടോ. നമുക്ക് ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ ആ ഒരു ഭാഗത്തൂടെ നമ്മുടെ റോപ്പ് കാറൊക്കെ പോകുന്നതാണ് കേട്ടോ. പഴനിമലയുടെ മേളിലേക്കുള്ള റോപ്പ് കാർ പോകുന്നതാണ്. അതുപോലെ കയറി ഇറങ്ങുന്നവരൊക്കെ ഒരുപാട് പേര് റെസ്റ്റ് ചെയ്യുന്നതൊക്കെ കാണാം. നമ്മൾ നേരത്തെ കണ്ട വ്യൂ ഇവിടെ അടിപൊളിയായിട്ട് കാണാം കേട്ടോ. നമ്മുടെ പഴനി ടൗണ്, നമ്മുടെ ബസ് സ്റ്റാൻഡൊക്കെ വരുന്നത് ആ ഒരു ഭാഗത്തെവിടെയാണ്. അതുപോലെ ഇങ്ങോട്ടൊക്കെയുള്ളൊരു കാഴ്ച ഉണ്ടല്ലേ, അടിപൊളിയാണ്. നമ്മുടെ കൊടൈക്കനാൽ മലനിരകളൊക്കെ ഈ ഒരു ഭാഗത്ത് കേട്ടോ. വലിയ ക്ലിയർ ഇല്ല, നല്ല അടിപൊളിയാണ് കേട്ടോ. നന്നായിട്ട് കിതയ്ക്കുന്നുണ്ട്. ഒന്നാമത് ഈ ലഗേജൊക്കെ വെച്ച് കയറിയിട്ടോ. അതുപോലെ നമുക്ക് അതിലൊരു റോഡൊക്കെ പോകുന്നതാണ് കേട്ടോ. ഇങ്ങനെ ഏറെക്കുറെ സ്റ്റെപ്പുകളൊക്കെ കയറി മേളിലെത്തിയിട്ടോ. നമുക്ക് ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ നമ്മുടെ ഇടുമ്പൻ ടെമ്പിൾ കാണാൻ പറ്റും. അവിടെ പൂജയൊക്കെ നടക്കുന്നുണ്ട് കേട്ടോ. നമുക്കിനി ഒരു കുറച്ച് ഭാഗം കൂടെ കയറാനുള്ളൂ. അത് കഴിഞ്ഞാൽ സ്റ്റെപ്പൊന്നുമില്ല കേട്ടോ. പിന്നീട് അങ്ങോട്ട് ആ ഒരു ക്ഷേത്രം മാത്രമേ ഉള്ളൂ. അതുപോലെ തന്നെ നമ്മൾ നേരത്തെ കണ്ട കാഴ്ച കുറച്ചും കൂടി ക്ലിയർ ആയിട്ട് ഇവിടെ കാണാം. ഇവിടെ ഒരു സ്വാമിയൊക്കെ ഇരിക്കുന്നുണ്ട് കേട്ടോ. ഭയങ്കര ദേഷ്യത്തിലാണ് പുള്ളി. അടിപൊളി കാഴ്ചയായിട്ട് ഇവിടെ അങ്ങോട്ട്. അതുപോലെ ഈ കാണുന്നത് ഇതിൻ്റെ ഭാഗമായിട്ടുള്ളൊരു ബിൽഡിംഗ് കേട്ടോ. നമുക്ക് ആ ഒരു സൈഡിലോട്ടൊക്കെ ഇറങ്ങാൻ പറ്റും. ഇവിടെ ആയിട്ട് നമുക്ക് ഇങ്ങനെ കുറേ കല്ലുകളൊക്കെ ഇങ്ങനെ പൊക്കം വെച്ചേക്കുന്നത് കാണാം കേട്ടോ. ഇതുണ്ടല്ലേ. നമ്മളങ്ങനെ ഇടുമ്പൻ ടെമ്പിളിൻ്റെ ഏറ്റവും മുകളിലെത്തിട്ടോ. ഏറ്റവും ടോപ്പിൽ ഈ കാണുന്നതാണ് നമ്മുടെ ഇടുമ്പൻ ടെമ്പിൾ കേട്ടോ. ഇതിനകത്ത് പൂജയും കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട്. അതുപോലെ ഇങ്ങോട്ട് ചെറിയൊരു വഴിയുണ്ട് കേട്ടോ. ഇവിടെ എന്തോ പൂജയൊക്കെ ഉണ്ട്. കല്ലൊക്കെ ഇങ്ങനെ കയറ്റി വെച്ചിരുന്നത് കാണാം കേട്ടോ. അതെന്താണെന്ന് അറിയത്തില്ല. അതറിയുന്നവരുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യണേ. ഈ കാണുന്നതാണ് മെയിൻ ടെമ്പിളൊക്കെ വരുന്നത് കേട്ടോ. അതിനകത്ത് പൂജാരിമാരും സ്വാമിമാരൊക്കെ ഉണ്ട്. അവിടെ പൂജയൊക്കെ നടക്കുന്നുണ്ട് കേട്ടോ. അതുകൊണ്ട് നമ്മൾ മുൻഭാഗത്ത് വീഡിയോ എടുക്കുന്നില്ല. നമുക്ക് ഈ ഒരു ഭാഗത്തൂടെ ഇങ്ങനെ കറങ്ങി അപ്പുറത്തെ സൈഡിലേക്കൊക്കെ പോകാൻ പറ്റും കേട്ടോ. അതുപോലെ ഇവിടെ നിന്ന് നോക്കിക്കഴിഞ്ഞാൽ അടിപൊളി വ്യൂ ആയിരുന്നു. പക്ഷേ ഈ മതിലിന് പൊക്കം കൂടി പോയിട്ടോ. അല്ലെങ്കിൽ നമുക്ക് ആ ഒരു സൈഡിൽ അടിപൊളി വ്യൂ ഒക്കെ കിട്ടിയായിരുന്നു. അതുപോലെ നമുക്ക് ഈ ഒരു ഭാഗത്തോട്ടും പോകാൻ പറ്റില്ല കേട്ടോ. ഇവിടെ ഒരു വഴിയൊക്കെ ഉണ്ട്, പക്ഷേ അത് ക്ലോസ് ചെയ്തേക്കാം കേട്ടോ. അവിടെ ഒരു പാറയൊക്കെ കാണാം. നമുക്ക് അവിടെ നിന്ന് നോക്കിക്കഴിഞ്ഞാൽ നല്ല വ്യൂ ആയിരിക്കും കേട്ടോ. നമുക്ക് എന്തായാലും അങ്ങോട്ടും കയറാൻ പറ്റില്ല. നമുക്ക് ഈ ഒരു വഴി ചുറ്റിക്കറങ്ങി അമ്പലത്തിൻ്റെ ഫ്രണ്ടിലോട്ട് തന്നെ പോകാം കേട്ടോ. അവിടെ കുറേ ആൾക്കാരൊക്കെ ഉണ്ട്. ഈ ഒരു ഭാഗത്തു നിന്നുള്ള വ്യൂ കണ്ടില്ലേ,
അടിപൊളിയാട്ടോ. നമുക്ക് ഇവിടെ ഒരു റോഡൊക്കെ കാണാം. അതുപോലെ ഇവിടുന്ന് അങ്ങോട്ടുള്ളൊരു കാഴ്ച നോക്കി അടിപൊളിയാട്ടോ. ഈ ഒരു മതിലില്ലായിരുന്നെങ്കിൽ നമുക്ക് കുറച്ചുകൂടെ ഭംഗിയായിട്ട് കിട്ടിയിരുന്നു കേട്ടോ ഈ ഭാഗത്തെ കാഴ്ചകളൊക്കെ. ഒരുപാട് പേര് ഇപ്പോഴും വരുന്നുണ്ട് കേട്ടോ. ഒരുപാട് പേര് നടന്നു വരുന്നത് കാണാം. നമുക്ക് ഈ ഒരു വഴി ഇങ്ങനെ താഴത്തോട്ട് ഇറങ്ങിക്കഴിഞ്ഞാൽ ഇവിടെ ഇട്ട് ഇങ്ങനെ കുറേ കല്ല് ഇങ്ങനെ പൊക്കത്തിൽ വെച്ചേക്കുന്നത് കാണാം കേട്ടോ. ഇത് ചോദിച്ചപ്പോൾ അറിയാൻ കഴിഞ്ഞത് ഈ വീട് പണിയൊക്കെ താമസമുള്ളവർക്ക് ഇവിടെ വന്നിട്ട് ഇങ്ങനെ ഈ ഒരു നേർച്ച കഴിച്ചു കഴിഞ്ഞാൽ പെട്ടെന്ന് തീരുന്ന കേട്ടോ. അതായത് വീട് പണിയൊക്കെ പെട്ടെന്ന് തീരുന്നതാണ് അറിയാൻ കഴിഞ്ഞത് കേട്ടോ. അതാണ് ഇതിൻ്റെ പുറകിലുള്ളൊരു ഐതിഹ്യം എന്ന് പറയുന്നത് കേട്ടോ. അതുപോലെ കുറേ തൊട്ടിലൊക്കെ ഇങ്ങനെ കെട്ടിച്ചേരുന്ന കാണാം കേട്ടോ. അതായത് കുട്ടികളില്ലാത്തവർക്ക് ഇവിടെ വന്നിട്ട് ഈ നേർച്ചയൊക്കെ കഴിച്ചു കഴിഞ്ഞാൽ പെട്ടെന്ന് കുട്ടികളിൽ ഉണ്ടാകാനുള്ള ഒരു സാധ്യതയൊക്കെ ഉണ്ടെന്നാണ് പറയുന്നത്. ഇവിടെ കാണാട്ടോ നമുക്ക് ഒരുപാട് കല്ലുകൾ ഇങ്ങനെ കെട്ടിയെത്തുന്നത്. ഇവിടുത്തെ മലയാളികൾ സ്ഥിരം സന്ദർശകരാണെന്ന് അറിയിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. ഇവിടുത്തെ മലയാളത്തിൽ കുട്ടനാട്, ഹരിപ്പാട് വന്ന സ്ഥലങ്ങളൊക്കെ എഴുതി വെച്ചിരുന്നത് കാണാം കേട്ടോ. നമ്മളിവിടെ പോയാലും നമ്മൾ മാത്രമല്ല എല്ലാവരും ചെയ്യുന്നത് കേട്ടോ. എവിടെയെങ്കിലും മതിൽ വെച്ചാൽ ഓരോ ബാത്റൂം കണ്ടു കഴിഞ്ഞാൽ നമ്പർ എഴുതിയിടുക, പരസ്യം എഴുതിയിടുക. അടിപൊളിയാട്ടോ. എല്ലായിടത്തും ഉണ്ടത്. ഇവിടുന്ന് നമുക്ക് നമ്മുടെ ഹിഡുംബൻ ടെമ്പിളൊക്കെ ഈ ഒരു ഭാഗത്തു നിന്ന് കാണാൻ പറ്റും. അതുപോലെ ഇവിടുന്ന് അങ്ങോട്ടൊക്കെ പോകട്ടെ നമുക്ക്. പക്ഷേ അത്ര വൃത്തിയില്ലാത്ത ഏരിയയാണ്. നമ്മളതുകൊണ്ട് ആ ഒരു ഭാഗത്തോട്ടൊന്നും പോകുന്നില്ല കേട്ടോ. ജസ്റ്റ് ഒന്ന് കയറി നോക്കാം ഇവിടുന്ന് അങ്ങോട്ട്. ഇവിടുന്ന് അങ്ങോട്ടുള്ളൊരു കാഴ്ചയൊക്കെ ഉണ്ടല്ലേ, അടിപൊളിയാട്ടോ. നമുക്ക് നേരത്തെ കണ്ട കാഴ്ചയൊക്കെ ഇവിടുന്ന് കുറച്ചുകൂടി ഭംഗിയായിട്ട് കാണാൻ പറ്റും. ഇവിടെ നിന്ന് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ആ ഭാഗത്തായിട്ട് നമ്മുടെ പഴനിമല, അതുപോലെ അതിൻ്റെ മുകളിലായിട്ട് നമ്മുടെ കോവിലിൻ്റെ ഗോപുരമൊക്കെ കാണാൻ പറ്റും കേട്ടോ. അടിപൊളിയാണ്. അതുപോലെ ഈ വന്നിരിക്കുന്നതൊക്കെ മലയാളീസ് കേട്ടോ. ഒരുപാട് പേരെ കാണാം നമുക്ക്. ഇവിടെ നമുക്ക് കുടിവെള്ളത്തിൻ്റെ സൗകര്യമൊക്കെ ഉണ്ട് കേട്ടോ. പക്ഷേ അത്ര സേഫ്റ്റി തോന്നുന്നില്ല. മഞ്ഞപ്പിത്തത്തിൻ്റെയൊക്കെ സീസൺ ആയതുകൊണ്ട് നമ്മൾ എന്തായാലും ഈ ഒരു ഭാഗത്ത് നിന്ന് എടുക്കുന്നില്ല. നമ്മുടെ കയ്യിൽ വെള്ളമൊക്കെ ഉണ്ട് കേട്ടോ. അതുകൊണ്ട് നമ്മളെന്തായാലും ഈ ഒരു ഭാഗത്തുനിന്ന് കുടിവെള്ളം ഒന്നും എടുക്കുന്നില്ല. അത്ര നല്ലതായിട്ട് തോന്നുന്നില്ല കേട്ടോ. കുടിച്ചവരൊക്കെ പറയുന്നത് വേറെ എന്തോ ഒരു ടേസ്റ്റാണ് കേട്ടോ. എന്തായാലും നമ്മൾ ആ ഭാഗത്തുനിന്ന് എടുക്കുന്നില്ല. നമുക്ക് ഇതിലിങ്ങനെ ഒരു വഴിയാണ് കേട്ടോ. പക്ഷേ അവിടെ ക്ലോസ് ചെയ്തിട്ടേക്കും കേട്ടോ. അങ്ങോട്ട് കയറി കഴിഞ്ഞാൽ ചിലപ്പോൾ ചീത്തേക്കാനുള്ള വഴിയൊക്കെ ഉണ്ട്. അവിടെ നിന്ന് നോക്കി കഴിഞ്ഞാൽ അടിപൊളി വ്യൂ കേട്ടോ കാണാൻ. നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം വന്നപ്പോൾ കയറിയിട്ടുണ്ടായിരുന്നു. ഇതിൻ്റെയൊക്കെ ചുമരയെ കണ്ടില്ലേ, ഇഷ്ടം പോലെ പേരുകൾ എഴുതി വെച്ചിരുന്നത് കാണാം. ഇനി ഇതുവല്ല നേർച്ചയാണെന്നൊന്നും അറിയത്തില്ല. എന്തായാലും ഒരുപാട് കാണാട്ടോ. കൂടുതലും കേരളത്തിൽ നിന്ന് വന്നവരാട്ടോ കൂടുതലും ചെയ്തിട്ടുള്ളത്. എന്താ അവിടെ കാണാട്ടോ നമുക്ക് ഒരുപാട് കാണാം. അതുപോലെ നേർച്ചയാണോ എന്നെനിക്കൊരു ഡൗട്ടുണ്ട്. ഇതുണ്ടല്ലേ KL 32 ചേർത്തലക്കാരൻ. ഒരുപാട് എഴുതി ചെയ്യുന്ന കാണാട്ടോ. അവിടെയൊക്കെ എഴുതി വെച്ചിട്ടുണ്ട്. ഇഷ്ടം പോലെ കാണാട്ടോ. നേർച്ചയാണോ എന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നു. അതുപോലെ ഇതിനകത്തും കാണാം. 12:30 കേട്ടോ. നമ്മളതിൻ്റെ മേളിൽ നിന്ന് താഴത്തേക്ക് ഇറങ്ങുകയാണ്. ഇപ്പം ഇപ്പോഴും ആൾക്കാരൊക്കെ വന്നു തുടങ്ങുന്നത് കാണാട്ടോ. നമുക്ക് ഒരുപാട് പേര് കയറി വരുന്നതൊക്കെ ഉണ്ട്. ഒരു സ്വാമി ഇറങ്ങി പോകുന്നു കേട്ടോ. അതിൻ്റെ മേളിലൊക്കെ ഇപ്പോഴും ആൾക്കാരുണ്ട് കേട്ടോ. പൂജയൊക്കെ നടക്കുന്നുണ്ട്. ഉച്ചയ്ക്ക് 1 മണി വരെ 2 മണി വരെ എങ്ങാണ്ട് പൂജ ഉണ്ട് കേട്ടോ ഇതിൻ്റെ മേളിൽ. അത് കഴിഞ്ഞിട്ട് ക്ലോസ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ 4 മണിക്ക് ശേഷമാണ് തുറക്കുന്നത്. അപ്പം എന്തായാലും നമുക്കിനി താഴത്തേക്ക് ഇറങ്ങാം കേട്ടോ. നമ്മൾ മല ഇറങ്ങിക്കൊണ്ടിരിക്കുക കേട്ടോ. ഇത്രയും സ്റ്റെപ്പിനെ നമുക്ക് താഴത്തേക്ക് ഇറങ്ങണം. പക്ഷേ കയറുന്ന അത്ര റിസ്ക് ഇല്ല കേട്ടോ. പിന്നെ വെയിൽ ഈ ഒരു സമയമായതുകൊണ്ട് 12:30 1 മണി സമയമായിട്ടോ. അതിൻ്റെ നല്ല ക്ഷീണം കിതപ്പൊക്കെ ഉണ്ട്. പിന്നെ ഈ ഒരു ലഗേജിൻ്റെ പ്രശ്നം കേട്ടോ. ഈ ഒരു സ്റ്റെപ്പൊക്കെ നമുക്ക് ഇറങ്ങിപ്പോകുള്ളത് കേട്ടോ. അവരൊക്കെ നമ്മുടെ കൂടെ അതിൻ്റെ മേളിലുണ്ടായിരുന്നവരാണ്. തൽക്കാലം നമ്മൾ ഈ വീഡിയോ ഇവിടെ വെച്ച് അവസാനിപ്പിക്കാം കേട്ടോ. സമയം ഏകദേശം 1 മണിയൊക്കെ ആയി. ഇവിടെ നിന്ന് അങ്ങോട്ടുള്ളൊരു കാഴ്ചയൊക്കെ കണ്ടില്ലേ, അടിപൊളിയാട്ടോ. മൊത്തം ക്ലൗഡി ആയിട്ട് കിടക്കണം. എന്നാലും നല്ല ചൂടുണ്ട് കേട്ടോ. അത്യാവശ്യം നല്ല ചൂടും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മുടെ ഹിഡുംബൻ മല കയറുന്ന കാഴ്ചകളൊക്കെ ആയിരുന്നു. ഹിഡുംബൻ മലയും അതുപോലെ ഹിഡുംബൻ ടെമ്പിളിൻ്റെ കാഴ്ചകളൊക്കെ ആയിരുന്നു. അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു കേട്ടോ. വീഡിയോ ഇഷ്ടമായി കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, അതുപോലെ ചാനൽ മറക്കാണ്ട് സബ്സ്ക്രൈബ് ചെയ്യുക കേട്ടോ. വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് ആ ബെല്ലൈക്കണും കൂടി ഒന്ന് എനേബിൾ ചെയ്തിട്ട് കേട്ടോ. അപ്പോൾ നമ്മുടെ പുതിയ വീഡിയോയുടെ നോട്ടിഫിക്കേഷനൊക്കെ നമുക്ക് കറക്റ്റ് ടൈമിന് തന്നെ വന്ന് ചേരും. അപ്പോൾ മറക്കാതെ ഇത് ചെയ്യുക. നല്ല കാറ്റുണ്ട് കേട്ടോ, നല്ല സുഖമുണ്ട്. അപ്പോൾ എന്തായാലും നമ്മൾ താഴത്തേക്ക് ഇറങ്ങാം കേട്ടോ. അപ്പോൾ നമ്മളിവിടെ നിന്ന് താഴത്തേക്ക് ഇറങ്ങിയിട്ട് നമ്മുടെ പഴനി ബസ് സ്റ്റാൻഡിൽ നിന്ന് ബസ് കയറി നാട്ടിലേക്ക് തിരിച്ചു പോവാണ്. അപ്പം നമുക്ക് പുതിയ കാഴ്ചകളൊക്കെ ആയിട്ട് അടുത്തൊരു വീഡിയോയിൽ കാണാം. അതുവരേക്കും ബൈ.